ജനജീവിതം ദുസ്സഹമാകുന്ന കാലടിയിലെ പാലവും ഗതാഗതക്കുരുക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. അടിയന്തരമായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച മഴയത്ത് ഇവര് കാറി കൊണ്ടുവന്നിട്ട് നടത്തിട്ട് പോയി. ഇത് വന്ന വാഹനമെല്ലാം ചെയ്ത് വരുമ്പോ പോലെ ബഡ്ജറ്റ് എന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാലടി പാല സന്ദർശനം കേവലം രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണത്തെ നഖശികാന്തം എതിർക്കുകയാണ് കാലടി പ്രസ് ക്ലബ് വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പ് കൂട്ടായ്മയിലെ ശബ്ദ സന്ദേശങ്ങളിലേക്ക്. ഷൺമോഹൻ ചേട്ടൻ കാലടി പാലത്തിൽ കൂടെ ഡെയിലി യാത്ര ചെയ്യുന്ന ഒരാളല്ല എന്ന് എനിക്കറിയാം. എന്തായാലും ചേട്ടൻ പാറപ്പുറം പാലം വന്നതോടുകൂടി പിന്നെ ആ വഴിക്കാണ് യാത്രകൾ മുഴുവൻ. പക്ഷെ എന്തായാലും ഇന്നിപ്പോൾ രാവിലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അവിടെ ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങേരെ ഇറങ്ങാൻ കാണിച്ചൊരു വലിയൊരു മനസ്സുണ്ട്. അങ്ങേരെ സ്വഭാവം വെച്ചിട്ട് അവിടെ ഇറങ്ങണ ആളല്ല പുള്ളി. പക്ഷെ അവിടെ ഇറങ്ങി ആ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പാലത്തിൻ്റെ ഭാഗങ്ങളിലുള്ള കുഴികൾ കണ്ട് അവിടെ നിന്നുകൊണ്ട് അങ്ങേര് പി ഡബ്ല്യു ഡിയുടെ സെക്രട്ടറിയെ വിളിക്കുകയാണ്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ സെക്രട്ടറി വിളിച്ച സെക്രട്ടറി പറയണത് ഉടൻ തന്നെ അതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുള്ളി ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അത് എന്ത് ഡ്രാമയാണെന്ന് മനസ്സിലാവുന്നില്ല. അന്ധമായ രാഷ്ട്രീയം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. കാരണം ഞാനൊക്കെ ഡെയിലി അതിൽ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മളിപ്പോൾ ഇതിൽ എം പിന്നെ എം എൽ എമാരെ ആരും ഇപ്പോൾ പെരുമ്പാവൂർ എം എൽ എ അറിഞ്ഞിട്ടും കൂടിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ സുഹൃത്താണ്. താന്നിപ്പുഴ ഭാഗത്ത് പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, സമാന്തര പാലം പണിയുണ്ട്. അവിടെ മരം വെട്ടി കൊടുക്കാൻ പോലും അവിടെയുള്ള ജനപ്രതിനിധിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഈ ഓഫീസിലിരുന്ന് പറയണതും നേരിട്ട് സ്പോട്ടിൽ വന്നിരുന്ന് പറയണതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അപ്പം അത് ഡ്രാമ എന്ന് പറഞ്ഞാൽ അനാവസരത്തിലുള്ളൊരു സംഭവമാണ്. ചേട്ടൻ ഇത്ര കാലം നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഇന്നവരെ ചേട്ടൻ നമ്മൾ ഒരു അനാവശ്യം പറഞ്ഞിട്ടില്ല വേറെ. പക്ഷെ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാനില്ല. ചേട്ടൻ ഇപ്പോഴും വന്ന് നോക്ക്, കിലോമീറ്റർ കണക്കിന് എത്ര ആളുകൾ വന്ന് കിടക്കണമെന്ന് നോക്ക്. ഇന്നലെ ഞാൻ രാത്രി 8 മണിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് 15 മിനിറ്റ് എടുത്ത് പോയി കാലടി ഭാഗത്തുനിന്ന് പാലം കയറിയിട്ട് ഞാൻ താന്നിപ്പുഴ ആ പാലം ആണ് ക്രോസ് ചെയ്യാനായിട്ട്. ആ പാലത്തിൽ മാത്രം 15 മിനിറ്റ്. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് 2 വീലറായിട്ട്, കാറും കൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പം അതുപോലത്തെ ഒരു അവസ്ഥയാണെന്ന് ആലോചിക്കണം. 3 ആംബുലൻസ് ആ സമയത്ത് വന്ന് കൊടുക്കണം. ഒരു ചെറുവിരലനക്കാൻ ഇവിടെ ഉള്ള ജനപ്രതിനിധികൾക്ക് കഴിയാനുള്ള വോട്ട് ചെയ്യണവർ വെറും മണ്ടന്മാർ. അതിൻ്റെ ഇടയ്ക്ക് കാലടി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് അവിടെ വേറൊരു അതിലും വലിയ തമാശകൾ ഇറങ്ങിയേക്കാണ്. കാലാവധി നാളത്തെ കഴിഞ്ഞാൽ കാലാവധി തീരാൻ പോവാണ്. എന്നിട്ടാണ് ഈ മാതിരി തോന്നിവാസം കാണിക്കുന്നത്. ബസ്സുകാർ കൊണ്ടുവന്ന് വട്ടമിട്ട് അവരെ സംബന്ധിച്ച കാര്യമില്ല. യാത്രക്കാരെ കയറ്റണം. ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകണം. സ്കൂൾ തുറന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ടാവാൻ പോകണമെന്നുള്ളത് നിങ്ങൾ കാണുക. അപ്പോൾ പറയും ഇവൻ കൂവപ്പടി പഞ്ചായത്തുകാരനാണ്, കാലടിയിലെ വരത്തനാന്നാണ് ഇപ്പോൾ പലരും പറയണത്. എന്ത് പരത്തിനായിക്കോട്ടെ, ഞാനിവിടെ ന്യായമുള്ളൊരു കാര്യത്തിനാ ഞാൻ കൂടെ നിന്നിട്ടുള്ളൂ. ഒരു അനാവശ്യത്തിന് നമ്മൾ നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവമല്ല പറയേണ്ടത്. അതൊരു ശരിയല്ല. അത് കേന്ദ്രമന്ത്രിയുടെ ഡ്രാമ എന്ന് പറയണ്ടല്ലോ, ഈ ബാക്കിയുള്ള നേതാക്കന്മാർക്കൊന്നും ഈ ഡ്രാമ കളിക്കാൻ പറ്റണ്ടായിരുന്നില്ലേ? അപ്പോൾ ഡ്രാമ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇവിടെ കാര്യം പ്രവൃത്തിയിൽ ആര് ചെയ്യണു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടതുള്ളൂ. ഈ പറഞ്ഞ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടല്ലോ, ചെറിയ പ്രവർത്തകർ മുതൽ അങ്ങ് വലിയ അറ്റത്ത് നിൽക്കുന്നവർ വരെ, ഇവർക്കൊക്കെ ഈ ഡ്രാമ കളിക്കായിരുന്നല്ലോ. അവർക്കും സമയം ഉണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങളായി ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ അത് ഡ്രാമ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സുഗമമായിട്ട് പോണതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, തീർച്ചയായും കാലടി പാലത്തിലെ ഒരു വിഷയം എന്നുള്ളത് എല്ലാവരുടെയും ഒരു പൊതുവിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെല്ലാം ഇവിടെ ഉള്ളവരും അല്ലാത്തവരെല്ലാം ഇതിന് അഭിപ്രായം പറയുന്നത്. കാരണം നമ്മുടെ സ്വന്തം ഒരു കാര്യമല്ല. കാലടിയിലെ പാലത്തിൻ്റെ ഗതാഗത കുരുക്ക് നമ്മളെല്ലാം അലോസരപ്പെടുത്തുന്നു. ഇതിലൂടെ യാത്ര ചെയ്യുന്നവരെയും അതുകൂടാതെ ഇത് കാണുന്നവരെയും ഒക്കെ ഒരു അരോചകമുണ്ടാക്കുന്ന ഒരു വലിയ കാഴ്ചയാണ്. കാരണം മണിക്കൂറുകളോളമാണ് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇത് കാലടിയെ സംബന്ധിച്ചൊരു ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല. അതിപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്ന്, ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയാലും MLA ആണെങ്കിലും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭരണസമിതിയും എല്ലാവരും ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആഗ്രഹം. അതിപ്പോൾ ഓരോരുത്തരുടെയും റോള് അവരവർ ചെയ്യട്ടെ. അവർ ചെയ്യുന്നതിന് നമ്മൾ ഒരു അമിതമായ രാഷ്ട്രീയ വൈരാഗ്യം കാണണ്ട. കാരണം കരയുന്ന കൊച്ചിനെ പാലുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഒരാൾ പറഞ്ഞു. ചിലപ്പോൾ ഇതിപ്പോൾ ജനപ്രതിനിധികൾ കാണുന്നുണ്ടാവും, ലോക്കൽ ജനപ്രതിനിധികൾ കാണുന്നുണ്ടാവും. പക്ഷെ അവർ പറഞ്ഞാൽ കേൾക്കാത്തടത്ത് MLA ഇടപെടേണ്ടി വരും.
MLA പറഞ്ഞാൽ കേൾക്കാത്തടത്ത് ഭരണകക്ഷിയുടെ മന്ത്രി അടക്കമുള്ള ആളുകളോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയോ, അപ്പോൾ അതിനൊക്കെ അവരുടേതായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടണം. ഇതും സ്കൂളുകൾ തുറക്കാണ്, സന്തോഷ് ജി പറഞ്ഞ പോലെ സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ ഒരു ഗതാഗതക്കുരുക്കിലേക്ക്, ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സ്കൂൾ ബസ്സുകളൊക്കെ പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കാലടിയിൽ ഉള്ള വിദ്യാലയത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതൊക്കെ കറക്റ്റ് ടൈമിങ് നോക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. കാരണം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ എത്തിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ പരിഹാരം ഉണ്ടാക്കേണ്ട വിഷയമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് എല്ലാ ശ്രമങ്ങളെയും നമുക്ക് പൂർണ്ണ പിന്തുണ നൽകണം. ആര് സഹകരിച്ചാലും, ആര് അതിനുവേണ്ടി പരിശ്രമിച്ചാലും, രാഷ്ട്രീയമൊക്കെ അവരവരുടെ ഉള്ളിലുണ്ടാകട്ടെ. ഇപ്പോൾ എനിക്കുമുണ്ട് രാഷ്ട്രീയം, ഓരോരുത്തരുടെയും ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടാക്കരുത്. അതായത് രാഷ്ട്ര സേവനമാവണം നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്രമായ ശ്രമം. അത് ആര് നടത്തിയാലും അതിന് വലിയ പിന്തുണ തന്നെ നൽകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനൊരു മോശമാക്കി ചിത്രീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഇതിൻ്റെ മറ്റുള്ള സ്ഥിതികളെല്ലാം ഓരോരുത്തർക്കും കാണുമ്പോൾ അതിൻ്റെ നിജസ്ഥിതികൾ, അത് യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള ആളുകളാണ് കാലടിയിലെ ജനങ്ങൾ. കാലടിയിലെ നല്ല വിഭാഗം ജനങ്ങളും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞോളും. അതിന് ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ മോശമായി ചിത്രീകരിക്കേണ്ടതില്ല. പകരം അതിന് വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ കാലടിയിലെ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിന് എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ സിദിലെ, ഇത് എത്ര ദിവസമായെന്നറിയാമോ ഈ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു. കാലടിയിലെ ഈ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഏതായാലും ഈ ചാറ്റൽ മഴയത്ത് ആയാലും ശരിയാ, ആ കേന്ദ്രമന്ത്രി ഇറങ്ങി വന്ന് ആ പാലം കണ്ട് അയാൾ തിരുവനന്തപുരത്തേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞുവല്ലോ. നമ്മുടെ സ്ഥലത്തെ പെരുമ്പാവൂർ MLA ഉണ്ട്, അങ്കമാലി MLA ഉണ്ട്, MP ഉണ്ട്. ആരൊക്കെ ഈ കാലടി പാലം ഇത്രയും ദിവസമായിട്ട് സന്ദർശിച്ചു? അത് നമ്മൾ വിലയിരുത്തണം. നമ്മൾ വെറുതെ ആരും കുറ്റം പറയുന്നതല്ല, പറയുമ്പോൾ ആർക്കും കുറ്റമായിട്ട് തോന്നുകയും ചെയ്യരുത്. അത് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ. MP യുടെ വണ്ടി പോകാൻ ഡ്രൈവർ ഇറങ്ങി ഉണ്ടാക്കിയ സംഭവം ഓർമ്മയുണ്ടല്ലോ അല്ലേ? വഴി കിടന്നുണ്ടായ സംഭവം ഓർമ്മയുണ്ടല്ലോ. ഒന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല വഴി പോകാനായിട്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ എഴുതിയിട്ടത്, പഞ്ചായത്ത് പ്രസിഡന്റിനും MLAക്കും MP-ക്കും കൂടി പോലീസ് പൈലറ്റ് ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും ഇവിടെ സുഗമമായിട്ട് കടന്നു പോവാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ആരോടുമുള്ള വ്യക്തിവൈരാഗ്യം ഒന്നുമല്ല. ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞ രോഗിയുടെയും അല്ലെങ്കിൽ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുടെയൊക്കെ മനോവികാരമാണ് നമ്മളൊക്കെ പ്രകടിപ്പിക്കുന്നത്. നമുക്കിവിടെ ആരോടും വൈരാഗ്യമൊന്നുമില്ല. ഇവിടെ ജനപ്രതിനിധികൾ ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് പറയാനുള്ളത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതായാലും കേന്ദ്രമന്ത്രി ഈ ചാറ്റൽ മഴയത്തായാലും ശരിയാ, അദ്ദേഹം ഇറങ്ങി വന്ന് ആ പാലം സന്ദർശിച്ചല്ലോ. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരുണ്ട്, ഈ ജില്ലയിലെ മന്ത്രിയുണ്ട്. എത്ര മന്ത്രിമാർ വന്നു, എത്ര MP വന്നു, എത്ര MLA വന്നു. നമസ്കാരം. ഈ ചർച്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാലടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ചില ആളുകൾ പറയുന്നത്. അവരവരുടെ രാഷ്ട്രീയം പറയുകയാണ്. നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഈ കാലടിയിലൂടെ കടന്നു പോകുമ്പോൾ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടം ഭരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ അങ്കമാലി MLA ആയിട്ടുള്ള ബഹുമാനായിട്ടുള്ള റോജി M. ജോൺ, അദ്ദേഹം ആദ്യമായി മത്സരിക്കാൻ വന്ന സമയത്ത് പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ പുതിയൊരു പാലം നമ്മൾ യാഥാർത്ഥ്യമാക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് 9 വർഷം പിന്നിട്ടിട്ടും സമാന്തര പാലം പണിത് പകുതി എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? പല കാരണങ്ങൾ അവർ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു. അതേപോലെ തന്നെ പെരുമ്പാവൂർ MLA, ഈ MLA-മാരും MP-മാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കാലടിയിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണാൻ അവർക്ക് സാധിക്കാത്തത്? സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ആ ആദ്യമുള്ള ഒരു പാലം മാത്രമാണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ മഴക്കാലം വരുമ്പോൾ ഈ പാലത്തിന് എന്നും കംപ്ലൈൻ്റ് ഉള്ളതാണ്. ആ കുഴികൾ അടച്ചാൽ തന്നെ പകുതി ബ്ലോക്ക് മാറിക്കിട്ടും. അതുപോലും ചെയ്യാൻ ഇവിടെ PWD ഉണ്ട്, മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്. ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് യാദൃശികമായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് വന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പാലത്തുമ്മ ഉണ്ടായിരുന്ന ആളുകളാണ്. 2-3 ചാനലുകളും അവിടെ ഉണ്ടായി ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. എന്നിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ
റിക്വസ്റ്റ് ചെയ്ത് തടഞ്ഞു നിർത്തി ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് വേണ്ടി പ്രവർത്തിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ചില ആളുകൾ അതിനകത്ത് രാഷ്ട്രീയം കണ്ടിട്ട് അതൊരു ജാടയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഖേദകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.